ഹലോ ഗൈസ്, ഇൻഷാട്രുത്ത് ഹിയർ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ചിതലുകളെ കുറിച്ചാണ്. പൊതുവെ എല്ലായിടത്തും കാണുന്ന ഒരു ഷഡ്പദമാണ് ചിതൽ. ഐസോപ്റ്ററ വിഭാഗത്തിൽപ്പെടുന്ന ഇത് സാമൂഹ്യ ജീവിയാണ്. ഉറുമ്പുകളെയും കടന്നലുകളെയും തേനീച്ചകളെയും പോലെ നിരവധി എണ്ണം ഒരു കോളനിയായി ജീവിക്കുന്നു. മനുഷ്യർ പൊതുവെ ചിതലിനെ ഒരു ശല്യമായാണ് കാണുന്നതെങ്കിലും പാരിസ്ഥിതികമായി ഒരു പ്രാധാന്യമുള്ള ജീവിയാണിത്. ഒരു സാധാരണ കോളനിയിൽ നിംഫുകൾ, അതായത് പ്രായപൂർത്തി എത്താത്തവ, ജോലിക്കാർ, പട്ടാളക്കാർ, പ്രത്യുൽപാദന ശേഷിയുള്ളവർ, അഗ്നി എന്നിവയാണ് ഉണ്ടാവുക. ഉഷ്ണമേഖല, ഉപോഷ്ണമേഖല എന്നീ മേഖലകളിൽ ഇവയെ കൂടുതലായി കാണപ്പെടുന്നു. പറക്കാൻ ശേഷിയുള്ള ചിതലുകൾ കോളനിയുടെ വലുപ്പം വലുതായി വരുമ്പോൾ പുതിയ കോളനി ഉണ്ടാക്കാനായിട്ട് കൂട് വിട്ട് പറക്കുന്നു. ഇവയാണ് ഈയാമ്പാറ്റ എന്നറിയപ്പെടുന്നത്. ആകൃതിയും നിറവും മൂലം ഇവയെ വെളുത്ത ഉറുമ്പുകൾ എന്നൊക്കെ വിളിക്കുമെങ്കിലും ഇവയ്ക്ക് ഉറുമ്പുകളുമായി അകന്ന ബന്ധമാണുള്ളത്. പാറ്റകളാണ് ചിതലുകളുടെ അടുത്ത ബന്ധുക്കൾ. പറക്കാൻ ശേഷിയുള്ള ഇണ ചേർന്ന മുട്ടയിടുന്ന ചിതലിനെ രാജ്ഞി എന്ന് വിളിക്കുന്നു. ഇണ ചേരാൻ കഴിയുന്ന പെൺചിതലിന്റെ അടുത്തു തന്നെയുള്ള പറക്കാൻ കഴിയുന്ന ആൺചിതലുകളെ രാജാവ് എന്നും വിളിക്കാറുണ്ട്. ഇവയുടെ ഭക്ഷണ രീതി നോക്കാം. പ്രധാനമായും സസ്യഭാഗങ്ങളാണ് ചിതലുകളുടെ ഭക്ഷണം. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.